ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മിനി വ്ളോഗാണെന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം കുറച്ച് എൻ്റെ സാധാരണ വ്ളോഗിനേക്കാളും കുറച്ചും കൂടി ലെങ്തി ആയിരിക്കും തോന്നുന്നുണ്ട്. നമ്മളൊരു ടൂറ് പോയതാണ് കേട്ടോ. അത് ഓഫീസിൽ നിന്ന് ലേഡീസ് ഓൺലി ഒരു ട്രിപ്പാണേ. എറണാകുളത്തേക്കാണ് കേട്ടോ പോയത്. കുട്ടികളൊക്കെ ഭയങ്കര വൈബ് പിള്ളേരാണ്. അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയും എല്ലാം ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ യാത്ര. പിന്നെ എറണാകുളത്തേക്കാണ് കേട്ടോ പോയത്. എറണാകുളത്ത് 2-3 പ്ലേസ് പോയിട്ട് നൈറ്റ് ആകുമ്പോഴേക്കും തിരിച്ചെത്താൻ തരത്തിലുള്ളൊരു യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ബോൾഗാട്ടിയിലേക്കാണ് പോയത്. ബോൾഗാട്ടി ചെന്നപ്പോൾ അവിടെ വേറൊരു ഫംഗ്ഷൻ നടക്കണ കാരണം കൊണ്ട് പാലസ്ക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിക്ക് വന്നു കേട്ടോ. ഫോർട്ട് കൊച്ചി വന്നപ്പോൾ നമ്മൾ ബോട്ടിങ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള അവിടെ ചെന്നപ്പോൾ കുറച്ച് ചെറിയ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ ശരി, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ബോട്ട് കയറിയിട്ടോ. ബോട്ട് കയറിയിട്ട് നല്ല രസമായിരുന്നു ബോട്ടിൽ. അപ്പോഴേക്കും ചെറിയൊരു മഴ ചാറി കേട്ടോ. അത്യാവശ്യം നല്ലൊരു മഴ തന്നെയായിരുന്നു. അപ്പം മുകളിലായിരുന്നുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും. മഴ ചാറിയപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് പോന്നു കേട്ടോ. താഴേക്ക് വന്നപ്പോൾ അവർ DJ ഒക്കെ സെറ്റ് നമ്മൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ പൊന്നാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അതേതാ അങ്ങനെയൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മീമി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പേര് പോലെ തന്നെ എല്ലാം മീമി തന്നെയാണ്. ചോറ് മാത്രമാണ് മീനില്ലാത്തതുള്ളൂ. പിന്നെ ഒരു അവിയലുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. വിത്തൗട്ട് മീനിൽ ഈ 3 ഡിഷേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ചമ്മന്തി, അച്ചാർ, ചെമ്മീൻ പൊടി, അങ്ങനെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ചെമ്മീൻ ചാറെന്ന് പറഞ്ഞിട്ടൊരു വിഭവം. പിന്നെ ക്രാബിൻ്റെ മീറ്റിനെ കുറിച്ചിട്ടും ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് മട്ടാഞ്ചേരിക്ക് വന്നു കേട്ടോ. മട്ടാഞ്ചേരി വന്നിട്ട് നമ്മൾ സിനഗോഗിനകത്ത് കയറി അതൊക്കെ കണ്ടു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായും അതുപോലെ തന്നെ ഭയങ്കര രസമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനിതിനകത്ത് ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു. പിന്നെ ആ ടൈലൊക്കെ ഉണ്ടല്ലോ, ഹാൻഡ് ക്രാഫ്റ്റഡ് എന്നാണ് പറയണത്. അതിനകത്ത് പിന്നെ ആ പെയിൻറ്റിങ് എല്ലാം ഇപ്പോഴും അതിനൊന്നും ഒരു ഫെയ്ഡായിട്ടില്ല. അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നൊരു സംഭവമാണത്. അങ്ങനെ അത് കഴിഞ്ഞ് മട്ടാഞ്ചേരിയിൽ നിന്ന് നേരെ നമ്മൾ ജങ്കാറിൽ കയറി. ഓരോ സ്റ്റോപ്പിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിച്ചില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ജങ്കാറിലെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലിടയ്ക്ക് കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തതാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി കയറണമല്ലോ, നമുക്ക് മാത്രം കയറിയാൽ പോരല്ലോ. അങ്ങനെ നമ്മുടെ ജങ്കാർ അതാ വരുന്നു. ഇനിയിപ്പോൾ അതിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ കയറി നമുക്കൊരു സീറ്റ് കിട്ടി. നമ്മൾ ആ സീറ്റിലിരുന്നു. നിറയെ വണ്ടികളും വലിയ വണ്ടികളും ഒക്കെ ഉണ്ട് അതിനകത്ത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി അക്കരെ എത്തി. അവിടെ നിന്ന് നേരെ ചെറായിക്ക് പോയിട്ടോ. ചെറായി ബീച്ചിൽ പോയി അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഒരു 7:30ക്ക് വീണ്ടും തിരിച്ച് പോന്നു. വണ്ടിയിൽ ഹാപ്പി ആയിട്ട് ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ വീടെത്തി.